ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ ചവറ്റുകൊട്ടയിലിടാനുള്ളതല്ല. 96-ലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായമുള്ളത് ഇടതുപക്ഷത്തിന് സഹായകരമായി എന്നുള്ളത്. പറയുമ്പോൾ ചരിത്രം ചവറ്റുകൊട്ടയിലിടാനുള്ളതല്ല എന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞത് നന്നായി. ദീർഘകാലമായി ഇവർ ഏത് സംവാദത്തിലും വരുമ്പോൾ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും RSS-നെ തള്ളിപ്പറയാൻ കോൺഗ്രസിനില്ലാത്ത നട്ടല് ഞങ്ങൾ കാണിക്കുമ്പോൾ ഇവർ സ്ഥിരം പറയാറുള്ളതാണ്, ഒരു 1996-ൽ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൽ പിന്തുണയെ ഞങ്ങൾ സ്വാഗതം ചെയ്തു എന്നല്ലേ. നമുക്ക് ആ എഡിറ്റോറിയൽ തന്നെ എടുത്ത് ചർച്ച ചെയ്ത് കളയാം. ദീർഘകാലമായി ഇങ്ങനൊരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. ഏതാ എഡിറ്റോറിയൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വായിച്ചിട്ടുണ്ടോ? ഏതാ സമയം? 1996 ഏപ്രിൽ മാസം 22 തിങ്കളാഴ്ച ദേശാഭിമാനി എഴുതിയ എഡിറ്റോറിയൽ ഉണ്ട്. ആ എഡിറ്റോറിയലിന്റെ 4-ാം ഖണ്ഡിക, എഡിറ്റോറിയൽ മുഴുവൻ വായിക്കണം നേതാവേ, പകുതി വായിച്ചിട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ള വ്യാഖ്യാനം നടത്തല്ല. അതിന്റെ 4-ാം ഖണ്ഡിക ഉണ്ടല്ലോ, ദേശാഭിമാനികളെ രാഷ്ട്രീയകാര്യ ലേഖകനും എഡിറ്റോറിയൽ സംഘവും പറയുന്നത് എന്താണ്? ലോകത്തിലെവിടെയും ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ ആ മതത്തിലൂന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഏത് അങ്ങ് പറഞ്ഞ എഡിറ്റോറിയലിൽ ഞങ്ങളുടെ പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി എഴുതുന്നതാണ്, ലോകത്തെവിടെ പ്രശ്നം ഉണ്ടായാലും സ്വന്തം മതത്തിന്റെ വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു വർഗീയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ 4 വാചകം പറയാൻ 96-ൽ വേണ്ട. തെരഞ്ഞെടുപ്പ് ജയിച്ചല്ല പാലക്കാട്, ചേലക്കരയിൽ തോറ്റുംപോയി. ഇനിയെങ്കിലും തയ്യാറുണ്ടോ? നടത്തിയ പ്രകടനം കോൺഗ്രസിന്റെ മതേതര വോട്ടുകളുടെ മുഖത്തേറ്റ പ്രഹരമായിരുന്നില്ലേ? എങ്ങനെയാണ് അവരുടെ 18,000 വോട്ടിന് വിജയിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ അടുത്ത് ആകെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് വോട്ടുള്ള SDP-ക്കാർ ഒരു പ്രകടനം നടത്തിയാൽ അത് മങ്ങലേൽപ്പിച്ചു എന്ന് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല ഇത്തവണ പരസ്യമായി? അത് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് പ്രകടനം DC ഓഫീസിന് മുന്നിൽ ആദ്യം പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഈ SDP പ്രവർത്തകർ ഈ പാലക്കാട് DC ഓഫീസിന് മുമ്പിൽ എത്തിയില്ലേ? അത് വസ്തുതയല്ലേ? അവർ പതാക വീശിയത് നമ്മൾ കണ്ടതല്ലേ? അതിന് പിന്നിൽ SDP ഇല്ലേ? ഒപ്പമല്ലേ UDF പ്രവർത്തകർ? ഏതാനും ഒരു SDP-യുടെ ഏതോ ഒരു വോട്ടുകൾ ആരോ ചെയ്തു എന്നും പറഞ്ഞ് അവരൊരു മുദ്രാവാക്യം വിളിച്ചു എന്നും പറഞ്ഞ് അതിന്റെ മേൽ ചാപ്പ കുത്തിക്കൊണ്ട് ഈ വിജയത്തിന്റെ ശോഭ കെടുത്താനാണോ UDF പ്രതിനിധി ന്യായീകരിക്കുകയാണ്? SDP ഒരു ചെറു സംഘമാണോ? അവർ 10-40 പേരെ വിക്ടോറിയ കോളേജിന് മുമ്പിൽ UDF-ന് അഭിവാദ്യം അർപ്പിക്കാൻ 10-40 പേരെ വന്നിട്ടുണ്ടാകുള്ളൂ. ആ SDP അപകടകരമായ സംഘമാണ് എന്ന അഭിപ്രായം യൂത്ത് കോൺഗ്രസ് നേതാവെ അങ്ങേക്കില്ലെങ്കിലും അങ്ങയുടെ കൂടെ കൊടി പിടിച്ച് നടന്ന മതനിരപേക്ഷവാദിയായ കോൺഗ്രസ്സുകാരനായ പുന്നനൌഷാദിനുണ്ട്. പുന്നനൌഷാദിന്റെ വീടിന്റെ മുമ്പിൽ പോയി, ജോസഫ് മാഷിന്റെ വീടിന്റെ മുമ്പിൽ പോയി യൂത്ത് കോൺഗ്രസ് നേതാവിന് പറയാൻ പറ്റുമോ SDP ഒരു ചെറു സംഘമല്ലേ, ഒരു ചെറു പാർട്ടിയല്ലേ, 10-40 പേരല്ലേ ഉള്ളൂ എന്ന് പൊള്ളും. മതനിരപേക്ഷവാദിയായ കേരളത്തിലെ ഏത് മലയാളിക്കും പൊള്ളും. പക്ഷെ അങ്ങേക്ക് പൊള്ളില്ലല്ലേ? അങ്ങേക്ക് UDF-ന് വേണ്ടി 10 സിന്ദാബാദ് വിളിച്ചപ്പോ 4 വോട്ട് തരാമെന്ന് പറഞ്ഞപ്പോ SDP ഒരു ചെറു സംഘമല്ലേ, ഞങ്ങൾക്ക് ചെയ്താലെന്താ ചെയ്തില്ലേലെന്താ, ഞങ്ങൾ പേര് മിണ്ടില്ല എന്ന് അല്ലേ? പുന്നനൌഷാദ് മുതൽ ജോസഫ് മാഷ് വരെയുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ നിലപാടിന് അനിതിര സാധാരണമായ തിരിച്ചടി ഉണ്ടാകും. ഒരു സംശയം വേണ്ടതില്ല. SDP-യും അടവിൽ സഖ്യമൊക്കെ ആക്കി. എന്താണ് ഈ പറയുന്നത്? നിലപാടുകൾ ഒന്നേ ഉള്ളൂ. ആ നിലപാടുകൾ തുടരാൻ പോലും ആവാത്ത രീതിയിൽ CPM ഒക്കെ കൂപ്പുകുത്തി കഴിഞ്ഞു. ബഹുമാനായ കോൺഗ്രസ് പ്രതിനിധി സംസാരിച്ച് ആരംഭിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് സത്യസന്ധമായ നിലപാട് ഒരു കാലഘട്ടത്തിലും ഇല്ല എന്ന പരിഹാസ രൂപേണയാണ് അദ്ദേഹത്തിന്റെ സംസാരം ആരംഭിച്ചത്. ഞാൻ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും നേതൃത്വത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ അവരുടെ ഒരു വാചകത്തെ കോട്ട് ചെയ്തുകൊണ്ടല്ല എന്റെ വാദം ഞാൻ ആരംഭിക്കുന്നത്. എന്റെ ഭാഗം ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ബഹുമാനീയനായ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ സമുന്നത നേതാവ്, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ നിത്യേന പ്രയോഗിക്കാറുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രചരണ വാചകമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മധ്യാന്തം അത് UDF-നെ എതിർത്തു എന്ന് അദ്ദേഹം പറയുന്ന മാധ്യമങ്ങളുടെ അടക്കം എനിക്ക് അല്പം ചിരി തോന്നി. UDF-നെ ഏതോ മാധ്യമം ബോധപൂർവ്വം എതിർത്തു, കോർണർ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള UDF പ്രതിനിധിയുടെ വാചകം കേട്ടപ്പോൾ. അപ്പോൾ എന്തായാലും UDF-നെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്ന എല്ലാ മാധ്യമങ്ങളുടെയും പബ്ലിക് ഡൊമൈന് മുമ്പിൽ ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ മധ്യാന്തമുള്ള വാർത്താ സമ്മേളനങ്ങളുടെ ഒരു ആർക്കൈവ് ഉണ്ടാകും. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം? അദ്ദേഹം സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾക്ക് ഏതാണ്ട് 1.5 പതിറ്റാണ്ടോളം തുടർ പ്രാതിനിധ്യത്തിന്റെ തുടർ വിജയത്തിന്റെ അനുഭവമുള്ള പാലക്കാട് വിജയിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം ഭരണവിരുദ്ധ വികാരത്തിന്റെ അർത്ഥപൂർണമായ വിളവെടുപ്പ് ഉണ്ടാകണമെങ്കിൽ, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശരിയാൻ വണ്ണമുള്ള ജനങ്ങളുടെ അംഗീകാരം ലഭിക്കണമെങ്കിൽ ചേലക്കര പിടിച്ചെടുക്കണം. ചേലക്കര പിടിച്ചെടുക്കുന്നതിലൂടെയാണ് ഞങ്ങളുടെ വിജയമെന്ന് അദ്ദേഹം നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു. കാക്കരയിലും പുതുപ്പള്ളിയിലൊക്കെ ഞങ്ങൾ ചെയ്ത ടീം വർക്ക്, ചേലക്കര ചെയ്തതിൻ്റെ ഒരു ആത്മവിശ്വാസം, ഞങ്ങൾ നടത്തിയ പരിപാടികൾ ഒരു വിശ്വാസം അർപ്പിച്ചിരുന്ന സഹപ്രവർത്തകർ
അപ്പോൾ അത് അർപ്പിച്ചിട്ടും അതിനെന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഞാനല്ലാതെ വേറെ ആരാ ഉത്തരവാദിത്വം? വേറെ ആരും ആയിരിക്കില്ല, ഞാൻ മാത്രമേ. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധി ഇപ്പോൾ അത് അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട് ആ ചേലക്കര UDF തൊടാൻ പറ്റാതാവാത്ത വിധം അഭിമാനകരമായ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടെ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ ഇരട്ടിയോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടെ 2016 ഇടതുപക്ഷ തരംഗമുണ്ടായി എന്ന് 91 സീറ്റിന്റെ അധികാരത്തിൽ LDF അധികാരത്തിൽ വന്ന സമയത്തുണ്ടായ വിജയത്തെക്കാൾ വലിയ മാർജിനോടുകൂടെ ആ ചേലക്കരയിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോ പാലക്കാടേക്ക് വന്നാൽ പാലക്കാട് മറ്റ് മണ്ഡലങ്ങളിൽ LDF UDF ഒക്കെ ജയിക്കുന്നത് പോലെ പാലക്കാട് UDF വിജയമൊന്നും ഞങ്ങൾ ആരും കാണാതിരിക്കുന്നില്ല. പക്ഷെ പ്രത്യേകത എന്താണ്? പാലക്കാട് ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് 1.5 പതിറ്റാണ്ടോളം കാലയളവിൽ UDF ജയിക്കുന്ന ഘട്ടങ്ങളിലാകെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും ഒടുവിൽ നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 3-ാം സ്ഥാനത്തായിരുന്നു. വോട്ട് വിഹിതം കുറവായിരുന്നു. BJP 2-ാം സ്ഥാനത്തും UDF വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ മാറ്റം വന്നു. ഇടതുപക്ഷം അഭിമാനകരമായ പെർഫോമൻസ് നടത്തി എന്നുള്ളതല്ല, എന്നാലും ആശ്വാസകരമായ ഒരു മുന്നേറ്റം, എന്നാൽ ഞങ്ങൾ വിമർശനപരമായി പരിശോധിക്കേണ്ട ചില കാര്യങ്ങൾ അടക്കം ആശ്വാസകരമായ ഒരു മുന്നേറ്റം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായി. പക്ഷെ പ്രത്യേകത എന്താണ്? ഞങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണമല്ലല്ലോ. അങ്ങയുടെ തന്നെ മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു ഷോയിൽ പങ്കെടുത്തുകൊണ്ട് UDF സ്ഥാനാർത്ഥിയോട് അങ്ങയുടെ സഹപ്രവർത്തകയായ മാധ്യമ പ്രവർത്തക എത്ര തവണ ചോദിക്കുന്നുണ്ട് UDF സ്ഥാനാർത്ഥിക്ക് ഒരു ബിഗ് ബ്രേക്കിങ്ങിനുള്ള അവസരം വന്നിരിക്കുന്നു, SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം, തന്റെ ഇടം, നട്ടല് അങ്ങനെയൊന്നുമല്ല പ്രയോഗിച്ചതെങ്കിൽ പോലും അതിന് സമാനമായി SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു മനസ്സ് UDF സ്ഥാനാർത്ഥിക്കുണ്ടോ, നിയുക്ത പാലക്കാട് ഇപ്പോഴത്തെ MLA ക്കുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. SDPI വോട്ട് ഞങ്ങൾക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ ഇതിന്റെ വളരെ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. വർഗീയമായി ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ആളുടെ വോട്ട് എനിക്ക് വേണ്ട. അത് ഞാൻ വളരെ കൃത്യമായി, അല്ല ആരും ആയിക്കോട്ടെ ആളുകളാണല്ലോ വോട്ട് ചെയ്യാൻ പോകുന്നത്, സംഘടന മാത്രമല്ല. തണുപ്പാണ്. അപ്പം ആളുകൾ താങ്ക് യു. പ്രധാനപ്പെട്ട ഉത്തരത്തിൽ നിന്ന് പോകരുത്, വേഗം പറയൂ. SDPI വോട്ട് വേണോ വേണ്ട? ഞാൻ വളരെ കൃത്യത ഞാൻ ഇത് SDPIയുടെ വോട്ട് വേണോ വേണ്ട കൃത്യമായിട്ട് ഈ വിഷയത്തിനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ SDPI ഒരു വാക്ക് ഉരിയാടാൻ, ആ 4 അക്ഷരം ചേർത്ത് പറയാൻ അപ്പോഴും ഇപ്പോഴും ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, UDF പ്രതിനിധികൾക്കോ നേതൃത്വത്തിനോ കഴിയുന്നുണ്ടോ? അങ്ങ് കണ്ടതല്ലേ, അങ്ങേക്ക് അറിയാത്ത സ്ഥലമല്ലല്ലോ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്. ആ വിക്ടോറിയ കോളേജിന് മുമ്പിൽ പാലക്കാട് UDF വിജയാനന്തരം ആദ്യ പ്രകടനം നടത്തിയത് ആരാ? യൂത്ത് കോൺഗ്രസ് ആണോ, ലീഗാണോ, കോൺഗ്രസ് ആണോ, UDF ഏതെങ്കിലും കക്ഷികളാണോ? ആരായിരുന്നു നടത്തിയത്? അനൗദ്യോഗിക UDF ഘടകകക്ഷിയാണോ എന്ന് ഇതിനോടകം നമുക്ക് എല്ലാവർക്കും ന്യായമായ പ്രബലമായ സംശയമുള്ള SDPI വിക്ടോറിയ കോളേജിന് മുമ്പിൽ പ്രകടനം നടത്തി. എന്തായിരുന്നു ആക്രോശ സമാനമായ പ്രകടനത്തിലെ മുദ്രാവാക്യം? എന്തായിരുന്നു? അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പാലക്കാട് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ എന്ന് ആക്രോശ സമാനമായ സ്വഭാവത്തോടുകൂടെ മതതീവ്രവാദികളുടെ പുതിയ രൂപ സംഘമായ SDPI UDF അനൗദ്യോഗിക ഘടകകക്ഷിയായി മാറിയോ എന്ന ചോദ്യത്തെ പ്രബലപ്പെടുത്തും വിധം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. ഏതെങ്കിലും ദാർശനികമായി ആലങ്കാരികമായി പറയുന്നതല്ല. എന്റെയും ആങ്കറുടെയും നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംഭവവികാസത്തെ അല്ലേ ഇടതുപക്ഷം ചോദ്യം ചെയ്യുന്നത്? ഈ വിജയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ SDPIയുടെ കേരളത്തിലെ വർഗീയ രാഷ്ട്രീയത്തിന്റെ പുതുരൂപങ്ങളുടെ പിന്തുണ, അവരുടെ സഹായം ഇല്ലേ എന്ന ചോദ്യം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഏത് മലയാളിയും ചോദിക്കും. അതിൽ ഏതെങ്കിലും നിലപാട് മാറ്റത്തിന്റെ പ്രശ്നമുണ്ടോ? പ്രത്യേകത എന്താണ്? തെരഞ്ഞെടുപ്പിന്റെ ആദ്യമധ്യാന്തമുള്ള വിവിധ ഘട്ടങ്ങളിൽ ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചതാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും പറയുകയും ചെയ്തു, ഞങ്ങൾക്കൊരു തീവ്രവാദി സംഘത്തിന്റെയും വോട്ട് വേണ്ട. അത് SDPI ആവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, RSS ആകട്ടെ, സംഘടനയുടെ പേര് പറയാൻ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തക മാത്രമല്ല കേരളത്തിലെ ഏതു സാധാരണക്കാരനായ മനുഷ്യൻ ചോദിച്ചാലും നാക്കുളുക്കാതെ വടിവത്ത ഭാഷയിൽ SDPI എന്നും RSS എന്നും ജമാഅത്തെ ഇസ്ലാമി എന്നും ഈ വർഗീയവാദികളുടെ വോട്ട് പഞ്ചായത്തിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും വേണ്ട എന്നും പറയാനുള്ള കരളുറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾക്കുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തെ പ്രസക്തമാക്കുന്ന, പാരായണർഹമാക്കുന്ന ചിത്രമല്ലേ തെരഞ്ഞെടുപ്പാനന്തരം വിക്ടോറിയ കോളേജിന് മുമ്പിൽ കണ്ടത്? വർഗീയ കക്ഷിയുടെ പേര് പറയാൻ നിങ്ങൾക്ക് എന്താ മടി? SDPIയും ജമാഅത്തെ ഇസ്ലാമിയും RSSും വർഗീയമാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് പ്രയാസം? അതോ ആ വർഗീയ കക്ഷികൾക്ക് മതനിരപേക്ഷ പാർട്ടിയുടെ പരിവേഷം അടിച്ചു കൊടുക്കാനുള്ള ശ്രമമാണോ നിങ്ങൾ നടത്തുന്നത്? അതല്ലേ ന്യായമായി ഉയർന്നു വരുന്ന ചോദ്യം? BJP ഒക്കെ ഉന്നയിച്ച എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചു. മുനമ്പമായി ബന്ധപ്പെട്ട് ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ?
ക്രിസ്ത്യൻ മേഖലകളിൽ ന്യൂനപക്ഷ മോർച്ചയുടെ നോട്ടീസ് ചെയ്യുന്നില്ലേ? ഇപ്പോൾ ഇവർ പറയുന്നു യുവമോർച്ചയുടെ നോട്ടീസിനെ സംബന്ധിച്ച് നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിന് അനിതര സാധാരണമായ പ്രയാസമുണ്ട്. ഞാൻ പറയുന്നത് യുവമോർച്ച കാസ പീസ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണത്തെയും നമ്മൾ തള്ളിപ്പറയണം. അതേ കരുത്തോടുകൂടെ അല്ലെങ്കിൽ ആനുപാതികമായ കരുത്തോടുകൂടെ എങ്കിലും SDPIയുടെ നോട്ടീസിനെയും നമ്മൾ തള്ളിപ്പറയണം. നിങ്ങൾ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സമീപനം കാണിക്കാത്തത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ പറയുകയാണ് പാലക്കാട് ഞങ്ങൾക്ക് കിട്ടിയ 18,000 വോട്ട് മുഴുവൻ SDPIയുടെ ആണോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആണോ? തർക്കം എന്താണ്? UDFന് ലഭിച്ച മുഴുവൻ വോട്ടും വർഗീയവാദികളുടെ വോട്ടാണെന്ന ഒരു അഭിപ്രായവും നമ്മുടെ നാട്ടിൽ യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടാകില്ല. പക്ഷേ പ്രത്യേകത എന്താണ്? നിങ്ങൾ താൽക്കാലികമായ തെരഞ്ഞെടുപ്പിന് നേട്ടത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും RSSും പോലെയുള്ള ചെറുതും വലുതുമായ വർഗീയ കക്ഷികളെ പ്രോത്സാഹിപ്പിക്കുന്നു. അവർക്ക് താരാട്ട് പാടുന്നു. അവരുടെ പേര് പറയുമ്പോൾ ഒരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്നതിന് പകരം SDPIയുടെ വോട്ട് വേണ്ട എന്നും RSSന്റെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള കരളുറപ്പ് നിങ്ങൾക്കില്ല. നിങ്ങൾക്കെന്ന് പറയുന്നാൽ UDFനില്ല. അവിടെയാണ് പ്രശ്നം. അവിടെ നിങ്ങൾ കാണുന്നത് എന്താണ്? ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ ചെറു സംഘം പ്രകടനം നടത്തി. ആ പ്രകടനത്തിൽ എന്ത് തെറ്റ്? നമ്മൾ ഈ ചർച്ചയിൽ ആവർത്തിച്ച് ചോദിച്ചു, ഈ SDPIയുടെ സാന്നിധ്യത്തെ നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ? RSS വിട്ട് അഭിനവ കോൺഗ്രസ് ആയി മാറിയ നേതാവ് വന്ന് RSSന്റെ ശാഖ പടിയാൻ 1 വർഷം വരെ എന്റെ മാതൃസ്വത്തും പിതൃസ്വത്തും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിലപാടുണ്ടോ? RSS മുതൽ SDPI വരെയുള്ള സംഘടനകളോട് UDFും കോൺഗ്രസും സ്വീകരിക്കുന്ന ഈ സമീപനത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ കമ എന്നൊരു അക്ഷരം മിണ്ടാൻ അദ്ദേഹത്തിന് ഇപ്പോഴും കഴിയുന്നില്ല. ഈ സംഘടനകളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ കേരളത്തിലെ മതനിരപേക്ഷ വിരുദ്ധരാണ് എന്ന് പറയാൻ ഇപ്പോഴും നട്ടല് കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഈ മണിക്കൂറിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. പിന്നെ പ്രത്യേകത എന്താണ്? ഈ പോപ്പുലർ ഫ്രണ്ടിനെ വരെ സംരക്ഷിച്ച് നിർത്തിയത് CPM ആണ് കേരളത്തില്. കോൺഗ്രസ് വേറൊരു തരത്തിലാണ് ഇന്ത്യ മുഴുവൻ അവർക്കൊപ്പം നിന്നത്. ആദരണീയനായ KVS ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞത് നന്നായി. ആദരണീയനായ KVSന് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? ആരാണ് കുൽഗാമിൽ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം ചേർന്ന് മുഹമ്മദ് യൂസഫ് തരിഗാമി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനെ ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചത് ആരാണ്? ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു വിട്ടിട്ട് അതിന് നിരോധനം നേരിടേണ്ട വന്നപ്പോൾ കാശ്മീരിൽ പ്രാദേശികമായി രൂപീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ കൈ പിടിച്ചിട്ടായിരുന്നില്ലേ BJP CPIMന്റെ നേതാവായ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്? ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങളുണ്ട്. ലക്ഷണമൊത്ത മതവിരുദ്ധരുമായി, ലക്ഷണമൊത്ത രാജ്യവിരുദ്ധരുമായി നിങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ കൈകോർത്തിട്ടിരിക്കുന്നു. അതുകൊണ്ട് അത്തരം ചരിത്രത്തിലേക്ക് എനിക്കും പോകണമെന്നില്ല. പക്ഷെ ആദരണീയനായ KVS നിർബന്ധിച്ചാൽ RSS ഈ ജിഹാദികളുടെ കൈകോർത്ത, RSS ജിഹാദികളും പോപ്പുലർ ഫ്രണ്ട് ജിഹാദികളും കൈകോർത്ത ഇത്തരം അനുഭവങ്ങൾ നൂറുകണക്കിന് കേരളത്തിന്റെയും ഇന്ത്യയുടെയും അനുഭവങ്ങളുണ്ട്. അശ്വിനി കുമാറിന്റെ മരണത്തെ തുടർന്നുള്ള അനുഭവങ്ങളെ ഞാൻ വിശദീകരിക്കണോ? അതിന്റെ പാപത്തിന്റെ പങ്ക് പറ്റി പണിതുയർത്തിയ കാര്യാലയത്തിന് ആരുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചു എന്നതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കണോ? അതൊക്കെ വിശദീകരിച്ചാൽ ആദരണീയനായ KVS രണ്ടു ജിഹാദികളും തമ്മിൽ കൈകോർത്ത് പങ്ക് പറ്റിയ പാവഭാരത്തിന്റെ പണത്തെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായി വരും. അശ്വിനി കുമാറിന്റെ വധത്തെ സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അതിലെ SDPIക്കാരെ രക്ഷപ്പെട്ടു പോയതിനെ സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അശ്വിനി കുമാറിന്റെ വധത്തിന്റെ പാപഭാരത്തിന്റെ പണം പറ്റിയതിനെ സംബന്ധിച്ച് അങ്ങേക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത്?